എനിക്ക് മാല കിട്ടിയിരിക്കുന്നു ഗൈസ്. ഹായ് ആന്റി. ചാണകം. ഹായ് ഗൈസ്. ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് പോവാണ്. വിഷു ഈ പ്രാവശ്യം ഞങ്ങളുടെ വയനാട്ടിലാണ്. പെട്ടെന്ന് തീരുമാനിച്ചു പോണ്. വിഷു ആയിപ്പോയി, അതുകൊണ്ട് മാത്രം. ഇന്ന് പോകുന്നു, നാളെ വരുന്നു. നമ്മളിപ്പോ പോണത് ഏത് വഴിയാണ് ജിബിൻ ചേട്ടാ? ഇത് പരപ്പുഴ പുതിയ പാലം. അങ്ങനെ കുട്ടി ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടൊന്ന് വയനാട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ പടക്കം മേടിക്കാൻ ഞങ്ങൾ വയനാട്ടിൽ പോയി പടക്കം പൊട്ടിക്കാനുള്ള ഹോൾസെയിൽ കടയിലേക്ക് പോകുന്നു. ഹോൾസെയിൽ ഫാക്ടറി ഔട്ട്ലെറ്റ്. പെരകത്തിക്കോ? നമുക്ക് പോവാട്ടാ, നമുക്ക് അത്രയും ദൂരം ഓടിച്ചെത്തണ്ടാണ്. എന്റെ മോന്. അതെ, നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ള അതുപോലെ വണ്ടി വെച്ചിട്ട് പോയത്. അങ്ങനെ നമ്മുടെ ഭാഗ്യവശാലും നാളെയാണ് വിഷു. അപ്പൊ അവര് കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഭയങ്കര തിരക്കാണ്. 1 മണിക്കൂറായിട്ട് അവരെ കാണാണ്ടായപ്പോ ഞങ്ങൾ പതിയെ പാർസലിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് അഴിച്ച് കഴിച്ചു തുടങ്ങിയായിരുന്നു. 2 മണിയാവും വീട്ടിൽ ചെല്ലുമ്പോ. അല്ല, പടക്കം കിട്ടിയില്ലെങ്കിൽ ഷോയിപ്പോ അവിടെ വരെ പോയിന്നിട്ടേ എന്തു തിരക്കാണ്. പിന്നെ അവിടെ നിന്ന് കത്തിച്ചു വിട്ടൊരു പോക്കായിരുന്നു. നേരെ ഞങ്ങൾ പൊന്നാനി വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. പോകുന്ന വഴി IPL ക്രിക്കറ്റ് ഒക്കെ കണ്ട് നൈസായിട്ട് റോഡൊക്കെ റെഡി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. നേരെ അടിവാരത്തെത്തി ഒരു ചായ കൂടി കുടിച്ച് ഒരു 2 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി. ചെന്ന വഴി തന്നെ എല്ലാരെയും വിളിച്ചുണർത്തി. സമയം 3 മണി. അങ്ങനെ പാതി ഉറക്കത്തിലായിരുന്ന എല്ലാരെയും വിളിച്ചുണർത്തി നമ്മൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. ഇതിനെയാണ് നട്ടപ്രാന്ത് എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി എപ്പോഴോ കിടന്നുറങ്ങി. അതുപോലെ തന്നെ രാവിലെ 8:30 ആയപ്പോഴത്തേക്കുമാണ് എഴുന്നേറ്റത്. അപ്പോഴേക്കും ചായയൊക്കെ റെഡി ആയതുപോലെ അമ്മിച്ച് മുറ്റത്തുനിന്ന് തന്നെ കുറെ പച്ചക്കറികളൊക്കെ കളക്ട് ചെയ്തായിരുന്നു. ഇവിടെ ചൂടാണ് ഗൈസ്. ഫാനിട്ടാ ഉറങ്ങാം. പക്ഷെ ഇപ്പൊ സമയം 8:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ചൂടാ. അങ്ങനെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റെങ്കിലും വിഷു പ്രമാണിച്ച് എഴുന്നേറ്റ് പടിയാണ് ഞാൻ എല്ലാവരോടും ചോദിച്ച് കൈനീട്ടം വാങ്ങിച്ചു. എനിക്ക് മാല കിട്ടിയിരിക്കുന്നു ഗൈസ്. അത് മാറ്റി എന്നിട്ട് എടുക്കട്ടെ. തിരിച്ചു മേടിച്ചോണ്ട് പോയി. വയനാട്ടല്ലേ? കൈ നോട്ടമല്ല, കൈ നീട്ടം. താങ്ക്സ്. അങ്ങനെ കൈനീട്ടമൊക്കെ നമ്മൾ ചോദിച്ച് മേടിച്ച്. എത്ര വലുതായാലും വിഷുവിന് കൈനീട്ടം മസ്റ്റാണ്. കാരണം നമ്മൾ കൊച്ചിയിൽ കുഞ്ഞിലായിരിക്കുമ്പോൾ പോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ളവരെല്ലാവരും നമുക്ക് കൊണ്ടുവന്ന് ഓരോ തൊട്ടായിട്ടാണെങ്കിലും നമുക്ക് തരാറുണ്ട്. അപ്പൊ അത് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ശീലമാണ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ടൗൺ. ഇതേ സ്ഥലം കോറോ. അങ്ങനെ ഞങ്ങൾ കോറോത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെ അമ്മായിയും അമ്മച്ചിയും കൂടി കാര്യമായിട്ടുള്ള പണിയിലാണ്. നമുക്കിന്ന് വെല്ലുമിച്ച് വയ്യാതെ കിടക്കണ കാരണം വെല്ലുമിച്ചിനെ കാണാനായിട്ട് ഇവിടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ഒരു അച്ഛൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അച്ഛനുള്ള ലഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വിഷുവും കൂടി ആയത് കാരണം നമ്മ ഒരു കുട്ടി പായസവും കൂടി വെക്കാന്ന് വിചാരിച്ചു. പറഞ്ഞപ്പോ ആർക്കും എന്നെ വേണ്ട, ഫോൺ മതി. ഇപ്പൊ ഓരോരുത്തരായിട്ട് വീട്ടിൽ വിളിക്കുമ്പോൾ എനിക്കറിയാം അവിടെ ഫോണും കൊണ്ട് ചെല്ലണം എന്നുള്ളത്. ഇതൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ എന്നേക്കാൾ കൂടുതൽ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങൾ. അമ്മ വീട്ടിൽ നിന്ന് എന്ത് പറിച്ചാലും എന്തെരിഞ്ഞാലും എന്തുണ്ടാക്കിയാലും അമ്മച്ചി ഇതെടുത്തോ എന്നിങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ചാള ഇത് അമ്മച്ചി ഉണ്ടാക്കിയ കയ്യില്. ഇങ്ങനത്തെ കയ്യില് വേണമെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വേണം അല്ലേ ഗൈസ്? മമ്മി സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുകയാണ്. അച്ചാറിന് വേണ്ടിയിട്ട് ഈ മമ്മീനെ സമീപിക്കും. അങ്ങനെ അവരൊക്കെ അടുക്കള ഒടിഞ്ഞതും പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് കയറി. ജസ്റ്റ് നമ്മുടെ പായസം മിക്സ് ചെയ്യാം. പക്ഷെ അതിനകത്ത് ഞാൻ 1-2 പൊടിക്കൈയും കൂടി ചേർത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഇന്ന് പായസം തന്നെയായിരുന്നു. കൊച്ചിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ എന്തായാലും വെജിറ്റബിൾസ് മാത്രം. പക്ഷെ ഇങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നു നോണും ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. അങ്ങനെ ആസ് യൂഷ്വൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങടെങ്കിലും പോകണം. അങ്ങനെ ഞങ്ങൾ നേരെ ഗൈസ് ഞങ്ങൾ ഗോഡ്സിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഗോഡ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ ആശ്രമത്തിലേക്കാണ് പോയത്. ഈ സ്ഥലം നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പള്ളിയും അതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലവുമാണ്. കുറെ ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ഭാഗങ്ങളിൽ കാപ്പി, കുരുമുളക് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ കൃഷിയുണ്ട്. കാണാനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ അച്ഛന്മാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടമുണ്ട്. അവിടുത്തെ കുശിനിക്കാരത്തിയാണ്, അതായത് കുക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ പേരമ്മ. ഹായ് ആന്റി. അങ്ങനെ അവിടെ ഞങ്ങൾ വീണ്ടും ഒന്ന് കറങ്ങി നടക്കാനും കാണാനും ഒരുപാട് കാഴ്ചകളുണ്ട്. അത്രയും ഭംഗിയാണ് ആ സ്ഥലം കാണാനായിട്ട്. അങ്ങനെ ഒത്തിരി നടന്ന് കണ്ട് ഒത്തിരി ഫ്രൂട്ട്സും എന്തൊക്കെയോ സ്വീറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നായിരുന്നു. വേണ്ട ചിത്തണ്ട ഓക്കേടോ. കിട്ടിയ മിഠായി വിനുവിന്റെ പ്രിയതമയ്ക്ക് കൊടുക്കാൻ എന്റെ ബാഗിൽ വെച്ചു. ഇനി ഇത് കാണാതായി കഴിഞ്ഞാ കുതിരക്കുണ്ട്, വെള്ളച്ചാട്ടം, ചെല്ലുമ്പോഴേക്കും മഴ വരും. ഹായ്, നല്ല മണം. ഇത് പണ്ട് ചിമിത്തേരിയായിരുന്നോ? ഇത് വാട്ടർ ബോർഡല്ലേ? വെറുതെ തന്നെ ഇപ്പഴത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഇപ്പൊ തണുപ്പുണ്ടല്ലേ? ഇതാണ് നിങ്ങളുടെ പഴയ പള്ളി അല്ലേ? അത് പല്ലി. നെല്ലിയടാ, നെല്ലിമരം. വീട് പോലെ ഉണ്ടല്ലേ? ഇവരുടെ ആദ്യത്തെ ചാണകം ചൂടാ. കോഴിക്കാട്ടുണ്ടാ? നന്നായിട്ടുണ്ട്, ജൈവവളം തന്നെ. ഫസ്റ്റ് ഉരുള് പൊട്ടിയതാ? അല്ല, എത്ര ദിവസമായാലും ഇങ്ങനത്തെ തണുത്ത കാറ്റ് കിട്ടിയിട്ട്. ഗൈസ്, നിങ്ങൾക്ക് നാട്ടിൽ കിടന്നിട്ട് ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി വയനാട് വരിക, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വരില്ല. അങ്ങനെ ഞങ്ങൾ പേരമ്മയുടെ ആശ്രമത്തിൽ ചെന്ന് ഒരുപാട് പഴങ്ങളൊക്കെ കഴിച്ച് ഒത്തിരി കഥകളൊക്കെ കേട്ട് ഞങ്ങളിതേ കുതിരക്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇപ്പം കുറച്ച് വെള്ളമേ ഉള്ളൂ, സമ്മർ ആയത് കാരണം. പക്ഷെ എന്നാലും ഉള്ളത്രയും വെള്ളം നല്ല ചില്ല് വാട്ടർ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നു. രാവിലെയൊക്കെ നല്ല ചൂടാണെങ്കിലും നമുക്ക് സന്ധ്യ ആവും തോറും പയ്യെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വെളുപ്പിന് വരെ നമുക്ക് കിടന്നുറങ്ങാൻ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. അങ്ങനെ കുറെ നേരം വെള്ളത്തിൽ കിടന്ന് ബോഡിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് തണുത്ത്. ഇന്നിപ്പോ വന്നപ്പോ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇന്നലെ കുറച്ചും കൂടെയൊക്കെ ചൂട് ഫീൽ ചെയ്തായിരുന്നു. ബോഡി കൂളായി, സെറ്റായി. അപ്പൊ സന്ധ്യയായി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ കിട്ടാതൊക്കെ പെറുക്കി വണ്ടിയിലാക്കി ഞങ്ങൾ നേരെ പേരമ്മയുടെ വീട്ടിൽ പോവാണ്. അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി വീണ്ടും പേരമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലിറക്കിയായിരുന്നു. അവിടെ ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടും ഒത്തിരി ഫ്ലവേഴ്സും അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക്. അങ്ങനെ പേരമ്മയുടെ വീടെത്തിയപ്പോഴേക്കും വഴിയിൽ ഒത്തിരി കുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ വണ്ടി വരുന്നത് നിങ്ങളൊക്കെ ചീറി പാഞ്ഞു ഓടുകയാണ്. അങ്ങനെ പേരമ്മയുടെ വീട്ടിലെത്തി. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ബേക്കറി ഐറ്റംസ് ഒന്നും അല്ല നമുക്ക് ചായക്ക് തരുന്ന. വീട്ടിലുള്ളത് എന്താണോ അത് നമുക്ക് അങ്ങോട്ട് തരും. വീട്ടിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെ അമ്മിച്ചിയും പേരമ്മയും കൂടെ നല്ല അടിപൊളി പൂരിയും ചിക്കൻ കറി ഉണ്ടാക്കി. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു അടിപൊളി ദിവസം അങ്ങോട്ട്. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.